എല്ലാവർക്കും സുധർമാസ് ഫിസിക്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ പ്രതിരോധകങ്ങളുടെ സംയോജനം എന്നുള്ള കൺസെപ്റ്റിൽ ന്യൂമറിക്കൽസിൻ്റെ കണ്ടിന്യൂഷൻ ആണ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഇതിൻ്റെ മുന്നേ ഉള്ള പാർട്ടുകൾ കൂടി കണ്ടതിന് ശേഷം ഇത് കാണുക. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് എങ്ങനെ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ സീരീസിലും പാരലലും ഒക്കെ കണക്ട് ചെയ്യുമ്പോൾ അതിലെങ്ങനെയാണ് കറണ്ടും വോൾട്ടേജ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ള ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കാം. വാട്ട് ഈസ് ദ വോൾട്ട് മീറ്റർ ആൻഡ് അമ്മീറ്റർ റീഡിംഗ് ഇൻ ദ ഫോളോയിങ് ഡയഗ്രാം? അപ്പോൾ ഇവിടെ അമ്മീറ്റർ റീഡിങ്ങും വോൾട്ട് മീറ്റർ റീഡിങ്ങും ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഡയഗ്രാം അനലൈസ് ചെയ്യാം. നമ്മൾ ആദ്യം ഡയഗ്രത്തിൽ അമ്മീറ്റർ കാണിച്ചിരിക്കുന്നത്. അമ്മീറ്റർ ഇവിടെ മൊത്തം എല്ലാത്തിലും കൂടിയിട്ടുള്ള കറണ്ടാണ് എന്ത് അമ്മീറ്ററിൽ റീഡ് ചെയ്യുക. വോൾട്ട് മീറ്റർ എവിടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? 12 ഓമിന് ആണ് വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം വോൾട്ട് മീറ്റർ എന്തായിരിക്കും റീഡ് ചെയ്യുക? 12 ഓമിന് കൊടുത്തിരിക്കുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം അതാണ് എന്ത് 12 ഓമിൽ റീഡ് ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം എന്താ, ദ വോൾട്ട് മീറ്റർ വിൽ ബി റീഡിങ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ റെസിസ്റ്റർ 12 ഓം. നമുക്ക് ആദ്യം ഡാറ്റ എടുത്ത് എഴുതാം. V equals 6 volt, R1 is equal to 5 ohm, R2 is equal to 8 ohm and R3 is equal to 12 ohm. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇത് എന്ത് ടൈപ്പ് കണക്ഷൻ ആണെന്ന് അല്ലേ. നമ്മൾ ഇതെന്താ എൻ ടു എൻ കണക്ഷൻ ആണ്. കറണ്ട് വന്ന് അത് സ്പ്ലിറ്റ് ആവുന്നില്ല. അപ്പം നമുക്കിത് സീരീസ് കണക്ഷൻ ആണെന്ന് മനസ്സിലായി. നമ്മൾ ടോട്ടൽ റെസിസ്റ്റൻസ് R സീരീസ് is equal to R1 plus R2 plus R3. എത്രയാണ് വരിക? R1 5 plus 8 plus 12. എത്രയാണ് റെസിസ്റ്റൻസ് വരിക? 5 plus 8 13, 13 plus 12 25 ohms. പക്ഷെ ഇവിടെ നമ്മളോട് റെസിസ്റ്റൻസ് അല്ല ചോദിച്ചിരിക്കുന്നത്. എന്താ ചോദിച്ചിരിക്കുന്നത്? അമ്മീറ്റർ റീഡിങ്ങും വോൾട്ട് മീറ്റർ റീഡിങ്ങും ആണ്. അമ്മീറ്റർ റീഡിംഗ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഇൻ ദ സർക്യൂട്ട്. അപ്പോൾ എത്രയാ? I is equal to V divided by RS. എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്? ടോട്ടൽ കറണ്ട് ഇൻ ദ സർക്യൂട്ട് ആണ് കണ്ടുപിടിക്കുന്നത്. V divided by RS. V എത്രയാ? 6 വോൾട്ട്. സീരീസ് എത്രയാ? R സീരീസ് എന്ന് പറയുന്നത് ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാ? 25 ഓംസ്. അപ്പോൾ എത്ര കിട്ടും? 6/25 എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. 0.24 ആംപിയേഴ്സ് എന്ന് വരും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ ഇതാണ് എന്ത് അമ്മീറ്റർ റീഡിംഗ്. ഓക്കെ, അമ്മീറ്റർ റീഡിംഗ്. ഇനി വോൾട്ട് മീറ്റർ റീഡിംഗ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്മളിവിടെ നമ്മൾ സീരീസിൽ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് V1 V2 V3 അങ്ങനെയല്ലേ നമ്മൾ വോൾട്ടേജ് ഡിവൈഡ് ആവുക. അപ്പം V3 is equal to IR3 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ V3 എന്നാണ് ഞാൻ 12 ഓമിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ ഡിനോട്ട് ചെയ്തത്. അപ്പോൾ V3 is equal to IR3. I എത്രയാ? കറണ്ട് സെയിം ആണ് അല്ലേ, 0.24. R3 12. അപ്പോൾ 0.24 into 12 that gives you 2.88 volt. അപ്പോൾ ഇതാണ് എന്ത് വോൾട്ട് മീറ്റർ റീഡിംഗ്. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത് എവിടെയാ? 12 ഓമിന് അക്രോസ് വോൾട്ട് മീറ്റർ റീഡിംഗ്. മനസ്സിലായല്ലോ? ഫസ്റ്റ് നമ്മൾ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടു, ടോട്ടൽ കറണ്ട് കണ്ടു, അതാണ് അമ്മീറ്റർ റീഡിംഗ്. വോൾട്ട് മീറ്റർ ഇസ് കണക്റ്റഡ് അക്രോസ് ദ 12 ഓം റെസിസ്റ്റർ, സോ ദ വോൾട്ട് മീറ്റർ റീഡിംഗ് ഇസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ 12 ഓം റെസിസ്റ്റർ, സോ ദാറ്റ്സ് ഈക്വൽ ടു I into R3, സോ ദാറ്റ് ഗിവ്സ് യു 2.88 വോൾട്ട്. ഇനി നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നത് V2ഉം V1ഉം നിങ്ങൾ തന്നെ കണ്ടുപിടിക്കും. ഓക്കെ, V1ഉം V2 അത് ഹോംവർക്ക് ആയി എടുക്കാം. V1ഉം V2ഉം നിങ്ങൾ കണ്ടുപിടിക്കുക. V1ഉം V2 എങ്ങനെയാണ് കണ്ടുപിടിക്കുക? V1 is equal to IR1. അപ്പോൾ എത്ര വരും? 0.24 into 5. V2 എന്ന് പറഞ്ഞാൽ 0.24 into 8. എന്നിട്ട് അത് 3 ആഡ് ചെയ്താൽ നിങ്ങൾക്ക് 6 വോൾട്ട് കിട്ടും. ഓക്കെ, അത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് കൺസിഡർ ചെയ്യുക. എന്നിട്ട് എഴുതി കിട്ടുന്നില്ലെങ്കിൽ എങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ഓക്കെ, ഇനി ഒരു അടുത്ത ടൈപ്പ്, ഞാൻ 2-3 ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ആദ്യം സീരീസ് ചെയ്തു, ഇനി നമുക്കൊരു പാരലലിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഈ മെത്തേഡ്സ് മനസ്സിലായാൽ നിങ്ങൾ ഏത് ടൈപ്പ് ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റും. 2 resistors of 4 ohm and 6 ohm are connected in parallel. The combination is connected across 6 volt battery.
ഓക്കെ, ഓഫ് നെഗ്ലിജിബിൾ റെസിസ്റ്റൻസ്. ബാറ്ററിക്ക് നെഗ്ലിജിബിൾ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, അത് ഇല്ല, നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാൽക്കുലേറ്റ് ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട്. അപ്പോൾ 2 റെസിസ്റ്റേഴ്സ് 4 and 6 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ R1 is equal to 4 ohm, R2 is equal to 6 ohm. അപ്പോൾ നമ്മുടെ ഫോർമുല എന്താ? R പാരലൽ RP is equal to, ഇവിടെ ഷോർട്ട് കട്ട് എടുക്കാം നമുക്ക് അല്ലേ, 2 റെസിസ്റ്റേഴ്സേ ഉള്ളൂ, R1 R2 by R1 plus R2. അപ്പോൾ എത്ര കിട്ടും? 4 into 6 by 4 plus 6, that's equal to 24 by 10, so 2.4 ohms. ഇതാണ് എന്ത്? ടോട്ടൽ റെസിസ്റ്റൻസ്. ക്വസ്റ്റ്യൻ എ ഫിനിഷ് ചെയ്തു. ഇനി കറണ്ട് ത്രൂ ദ ബാറ്ററി, കറണ്ട് ത്രൂ ഈച്ച് റെസിസ്റ്റർ ആൻഡ് ഡ്രോ എ സർക്യൂട്ട് ഡയഗ്രാം. സോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് സർക്യൂട്ട് ഡയഗ്രാം വരക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം എങ്ങനെയാണ് നമ്മൾ കറണ്ടും വോൾട്ടേജും ഡിവൈഡ് ചെയ്യാന്നുള്ളത്. അപ്പോൾ 2 റെസിസ്റ്റേഴ്സ് ആണ് തന്നിരിക്കുന്നത്, നമുക്ക് പാരലൽ കണക്ഷൻ ആണ്. എന്നിട്ട് അത് എത്രയാ വോൾട്ടേജ് കൊടുത്തിരിക്കുന്നത്? വോൾട്ടേജ് 6 വോൾട്ട്. ഇവിടെ 6 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. 6 വോൾട്ട്, 4 ohm, 6 ohm. അപ്പോൾ നമ്മളിത് പാരലൽ കോമ്പിനേഷൻ ആണ്. കറണ്ട് എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്യും. കറണ്ടിനെ നമുക്ക് I1 എന്നും I2 എന്നും വിളിക്കാം. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു. ബിയിൽ എന്താ ചോദിക്കുന്നത്? കറണ്ട് ത്രൂ ദ ബാറ്ററി. കറണ്ട് ത്രൂ ദ ബാറ്ററി എന്ന് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ കറണ്ട് ആണ്. അപ്പം ബി, ക്വസ്റ്റ്യൻ ബി, I is equal to V divided by R പാരലൽ. ഇവിടെ പാരലൽ കണക്ഷൻ ആയത് കാരണം V എത്രയാ? V 6 വോൾട്ട്, 6 divided by 2.4, അത് എത്ര കിട്ടും നമുക്ക്? 2.5 amperes എന്ന് കിട്ടും. ഇതാണ് ടോട്ടൽ കറണ്ട്. ടോട്ടൽ കറണ്ട് ഏത് സർക്യൂട്ട് എടുത്താലും ടോട്ടൽ കറണ്ട് ചോദിക്കുകയാണെങ്കിൽ ടോട്ടൽ വോൾട്ടേജ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് എടുത്താൽ മതി. ഇനി നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് എന്താ? ദ കറണ്ട് ത്രൂ ഈച്ച് റെസിസ്റ്റർ. അതെങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം പാരലൽ കോമ്പിനേഷനിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്തിരിക്കുന്നത് സെയിം ആണ്. എല്ലാ റെസിസ്റ്റേഴ്സിനും സെയിം പൊട്ടൻഷ്യൽ വ്യത്യാസമായിരിക്കും കൊടുക്കുക പാരലൽ കോമ്പിനേഷനിൽ. ഓക്കെ, അപ്പം I1 is equal to V divided by R1. V എത്രയാ? V 6 വോൾട്ട്, R1 4. 6 by 4, 3 by 2, അല്ലെങ്കിൽ 1.5 amperes. കറണ്ട് ത്രൂ ഈച്ച് റെസിസ്റ്റർ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കറണ്ട് സെക്കൻഡ് റെസിസ്റ്ററിൽ കൂടെയുള്ള കറണ്ട് എത്രയാ? V divided by R2. V 6, R2 is also 6, so we get 1 ampere. മനസ്സിലായല്ലോ? അപ്പം I1 1.5 ആംപിയർ 4 ഓമിലേക്ക് കൂടെ പോവും, 1 ആംപിയർ 6 ഓമിലേക്ക് കൂടെ ട്രാവൽ ചെയ്യും. അപ്പം നമുക്ക് നോക്കൂ, ഈ 1.5 plus 1 നമുക്ക് ഈ 2.5 ആംപിയേഴ്സ് ടോട്ടൽ കറണ്ട് ആയിട്ട് കിട്ടും. നമ്മുടെ ആൻസർ ഇപ്പോൾ കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യാൻ കൂടി ചെയ്യാം. I equals I1 plus I2 നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ പാരലൽ കോമ്പിനേഷനിൽ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയിരിക്കും എല്ലാ റെസിസ്റ്റേഴ്സിനും. അപ്പോൾ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബൈ ഇൻഡിവിജ്വൽ റെസിസ്റ്റർ ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് കറണ്ട് ഇൻ ഈച്ച് ബ്രാഞ്ച് ഓഫ് ദ പാരലൽ കോമ്പിനേഷൻ കിട്ടും. മനസ്സിലായല്ലോ? പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി ഞാൻ ഇത് ഒരു സിമ്പിൾ ആയിട്ടുള്ള സീരീസും പാരലലും ഞാൻ പഠിപ്പിച്ചു തന്നു. ഇനി അടുത്തതൊരു വേറൊരു ടൈപ്പ് കോമ്പിനേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 3 resistors 8 ohm, 12 ohm and 6 ohm are connected to a 12 volt battery as shown in the diagram. Find the current through the 8 ohm resistor, potential difference across the parallel combination of 6 ohm and 12 ohm resistor and current through the 6 ohm resistor. ഇതാണ് നമ്മുടെ ഒരു കുറച്ചൊരു ചിന്തിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ നമുക്ക് എത്ര റെസിസ്റ്റേഴ്സ് തന്നിട്ടുണ്ട്? 8, 12 and 6. അപ്പം R1 is equal to 8 ohm, R2 is equal to 12 ohm and R3 is equal to 6 ohm. V equals 12 volt. So first question എന്താ? Current through the 8 ohm resistor. അതെങ്ങനെ കണ്ടുപിടിക്കും? Current through the 8 ohm resistor എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 8 ohm is in series with 12 and 6 connected parallel. അപ്പോൾ നമ്മൾ ആദ്യം 12 and 6ന്റെ പാരലൽ കോമ്പിനേഷൻ കണ്ടുപിടിക്കുക. ഇത് RP. RP ആണ്. നമ്മൾ ഓൾറെഡി എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതിൽ ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം RP കണ്ടുപിടിക്കുക. RP പ്ലസ് 8 എന്താണ് തരിക? നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് RP കണ്ടുപിടിക്കാം. RP is equal to 12 into 6 by
12 plus 6 അല്ലെ. R1 R2 by R1 plus R2 ഇവിടെ ഏതൊക്കെയാ R2 R3 and R2 R3 into R2 plus R3 കിട്ടും. അപ്പോൾ 12 into 6 by 12 plus 6. അപ്പോൾ ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് 4 ohms കിട്ടും. അപ്പം ഇത് പാരലൽ കോമ്പിനേഷൻ മാത്രമാണ്. അപ്പം നമുക്ക് 8 ohm പ്ലസ് 4 ohm ഉണ്ട്. അപ്പം ടോട്ടൽ റെസിസ്റ്റൻസ് R series is equal to 8 plus 4 that's equal to 12 ohm. നമ്മൾ ടോട്ടൽ റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് 1 by 1 ചെയ്യാം. ഓക്കെ, കറന്റ് ത്രൂ ദ 8 ohm റെസിസ്റ്റർ. കറന്റ് ത്രൂ ദ 8 ohm റെസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ കറണ്ട് തന്നെയാണ് ഇവിടെ. ടോട്ടൽ കറണ്ട് എത്രയാ? ടോട്ടൽ കറണ്ട് I is equal to V divided by R. V എത്രയാ? 12 divided by R. R എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ടാണ് ഞാൻ 8 മാത്രം എടുക്കാത്തത് ഇവിടെ? ഇത് കോമ്പിനേഷൻ ഓഫ് സീരീസ് ആൻഡ് പാരലൽ, രണ്ട് ടൈപ്പാണ് ഇവിടെ ഉള്ളത്. സിമ്പിൾ സീരീസ് അല്ലെങ്കിൽ സിമ്പിൾ പാരലൽ അല്ല. അപ്പം നമ്മൾ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ട് അതിൽ അപ്പം ഇത് 8 ohm എന്നുള്ളത് സീരീസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ എത്ര വരും? 12 ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാ? 12. അപ്പോൾ എത്ര കിട്ടും? 1 ആംപിയർ. അപ്പം കറന്റ് ത്രൂ 8 ohm റെസിസ്റ്റർ 1 ആംപിയർ എന്ന് കിട്ടി. ഇനി എന്താ ചോദിക്കുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ പാരലൽ കോമ്പിനേഷൻ ഓഫ് 6 ohm ആൻഡ് 12 ohm. അപ്പം രണ്ട് മെത്തേഡ്സ് ഉണ്ട് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി. നമ്മുടെ ടോട്ടൽ കറണ്ട് എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 1 ആംപിയർ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പം നമ്മൾ 12ഉം 6ഉം പാരലലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 ohm കിട്ടിയിട്ടുണ്ട്. അപ്പം പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ പാരലൽ കോമ്പിനേഷൻ, V അക്രോസ് ദ പാരലൽ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ current through the parallel combination multiplied by the resistance of this parallel combination. I എത്രയാ? 1 ampere. Resistance of the parallel combination എത്രയാ? 4 ohms. അപ്പോൾ എത്ര കിട്ടും? 4 volt എന്ന് കിട്ടും. അപ്പോൾ എത്രയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ പാരലൽ കോമ്പിനേഷൻ? 4 volt. ഇത് ഒരു മെത്തേഡ്. വേറെ ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മൾ ഈ 8 ohmലുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എത്രയാണെന്ന് നോക്കാം. 8 ohmൽ 1 ആംപിയർ കറണ്ട് ആണ് വരുന്നത്. 8 ohmലേക്ക് 1 ആംപിയർ കറണ്ട് വന്നാൽ ഇവിടെ 8 വോൾട്ട് ഡ്രോപ്പ് ആവും, IR. മനസ്സിലാവുന്നുണ്ടല്ലോ? 1 ആംപിയർ കറണ്ട് 8 ohmലേക്ക് കൂടെ ഫ്ലോ ചെയ്താൽ നമുക്ക് 8 വോൾട്ട്, 8 into 1 അതാണ് എന്ത്? 8 വോൾട്ട് ആണ് ഇവിടെ വരിക. നമുക്ക് ടോട്ടൽ എത്രയുണ്ട്? 12 വോൾട്ട് ഉണ്ട്. ബാക്കി എത്രയേ കൊടുക്കാൻ പറ്റുള്ളൂ? നമുക്ക് ബാക്കി 8 ഉള്ളതെന്ന് ബാക്കി ഇതിന് കൊടുക്കാൻ പറ്റുള്ളൂ. അതെത്രയാണ്? 12 minus 8, 4 വോൾട്ട് കൊടുക്കും. മനസ്സിലായല്ലോ? അപ്പം പാരലൽ കോമ്പിനേഷനിൽ കൊടുത്തിരിക്കുന്ന വോൾട്ടേജ് എത്രയാണ്? 4 വോൾട്ട് ആണ് പാരലൽ കോമ്പിനേഷനിൽ കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഐഡിയ വെച്ചാൽ നമുക്ക് ക്വസ്റ്റ്യൻ സി ചെയ്യാൻ പറ്റുള്ളൂ. കറന്റ് ത്രൂ ദ 6 ohm റെസിസ്റ്റർ. അപ്പം ഞാൻ ഇതിന് I1 എന്നും I2 എന്നും കൊടുക്കാം. ഓക്കെ, കറന്റ് ത്രൂ ദ 6 ohm റെസിസ്റ്ററിനെ ഞാൻ I2 എന്ന് എടുത്തു. I2 is equal to V divided by R2. ഇവിടെ എത്രയാ? ഇത് I3 എടുക്കാം. I3 and I2 എന്നുവെച്ചാൽ നമ്മൾ R1 R2നെ നമ്മൾ 12ഉം R3 6ഉം അല്ലേ, നമുക്കൊരു കൺഫ്യൂഷൻ വേണ്ട അവിടെ. അപ്പം V ഡിവൈഡഡ് ബൈ R3 എടുത്തു. V എത്രയാ? 12 എടുക്കരുത്. ഇവിടെ എല്ലാവരും ഇവിടെയാണ് മിസ്റ്റേക്ക് ചെയ്യാറ്. 12 എടുക്കാൻ പറ്റില്ല. ഇവിടെ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് പാരലൽ കോമ്പിനേഷൻ ആണ് എടുക്കേണ്ടത്. അതെത്രയാ? 4 വോൾട്ട്. R3 എത്രയാ? 6 ohms. അവർ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ the current through the 6 ohm resistor. അപ്പം 4 divided by 6. അപ്പം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ 0.6666 എന്ന് കിട്ടും. അപ്പം നമുക്കതിനെ 0.67 ആംപിയേഴ്സ് എന്നതാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 8 വോൾട്ട് 8 ohmന് ഡ്രോപ്പ് ചെയ്തു. അപ്പം ബാക്കിയുള്ള 4 വോൾട്ടാണ് ഇത് പാരലൽ കോമ്പിനേഷന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അത് ഓർമ്മിക്കണം. നമ്മൾ ടെൻഡൻസി ഉണ്ടാവും നമുക്ക് 12 വോൾട്ട് എന്ന് അങ്ങോട്ട് എടുത്ത് എഴുതാൻ. ഇവിടെ V എന്ന് പറയുന്നത് 4 വോൾട്ടാണ് പാരലൽ കോമ്പിനേഷൻ്റെ ചെയ്യുമ്പോൾ. ഇതേപോലെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ 12 ohmലേക്കൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കുക. അതാണ് നിങ്ങളുടെ അടുത്ത ഹോംവർക്ക്. ഓക്കെ, 12 ohmലേക്കൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കുക. ഇനി 2 ക്വസ്റ്റ്യൻസ് കൂടി ഞാൻ ഹോംവർക്കായിട്ട് തരാം. നോട്ട് ഡൗൺ ചെയ്യുക ഈ ക്വസ്റ്റ്യനും. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കുറച്ച് തിങ്ക് ചെയ്ത് ചെയ്യാനുള്ളതാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ ഇതേ പാരലൽ കോമ്പിനേഷൻ്റെ കറണ്ടും വോൾട്ടേജും ഡിവൈഡ് ചെയ്യുന്നതിൻ്റെയാണ്. ഇത് റെസിസ്റ്റൻസിൻ്റെ കൺസെപ്റ്റ് വെച്ചിട്ടാണ്. ഓക്കെ, അതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ട്രൈ ചെയ്ത് നോക്കുക. കിട്ടിയവർ മെസ്സേജ് ഇടുക. ഓക്കെ, കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ ഇനി നമുക്ക് ഈ ന്യൂമറിക്കൽ പാർട്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആപ്ലിക്കേഷൻസ് ഓഫ് ഹീറ്റിംഗ് ആൻഡ് ലൈറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നോട്ടിഫിക്കേഷൻ വരും നിങ്ങളത് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.